ഗുഡ് മോർണിംഗ്. അപ്പോൾ അതെ നമ്മളിപ്പോൾ UP-യിലായിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അതെ ഞങ്ങൾ എണീച്ചതേ ഉള്ളൂ. ഇപ്പോൾ സമയം 7:45 കേട്ടോ. അപ്പോൾ കുറേ സമയം ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ എപ്പോഴും നാട്ടിൽ വേഗം എണീച്ചിട്ട് വീട് എത്തുമ്പോൾ അതേ ടൈമിൽ ഇറങ്ങും. പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല, സ്ഥലം മാറിയില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഉറക്കമൊന്നും വന്നില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എണീച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മുടെ ഡൽഹിയല്ല, ഇത് UP ആണ്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് UP-യിലാണ്. UP-യിലെ ഞങ്ങളുടെ ആദ്യത്തെ ഒരു ദിവസം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങളല്ലേ കുറേ പേര് പറയല്ലേ എന്താ ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് വ്ളോഗൊന്നും ചെയ്യാത്തത്, ഷോർട്സ് മാത്രം എന്താ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റിക്ക് നമ്മൾ എടുത്ത ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാറ്. അപ്പോൾ ഇന്ന് എന്താ പ്ലാൻ ചോദിച്ചാൽ പ്രത്യേകിച്ച് വലിയ പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നലെ വന്നതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ കുറച്ച് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഇന്നത്തെ പ്ലാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ കണ്ണനും രാവിലെ നല്ല ഉറക്കാം കേട്ടോ. കണ്ണനും രാവിലെ ഇപ്പോൾ നല്ല ഉറക്കാണ്. രണ്ടുപേരും നല്ല ബ്ലാങ്കറ്റിൽ നല്ല രീതിയിൽ ഉറങ്ങുന്നുണ്ട്. ആദ്യം എണീച്ചപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു, രാത്രിയൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ക്ലൈമറ്റാട്ടോ, അതായത് വെയിലുണ്ട്. ഇപ്പോൾ വെയിൽ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ചൂടറിയുന്നുണ്ട്. വലിയ തണുപ്പില്ല, വലിയ ചൂടുമില്ല. എന്നാലും രാത്രിയൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങി. പിന്നെ അപ്പോൾ അത്രയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അറിയുന്നത് നമ്മുടെ ഡൽഹിയിൽ, അതായത് UP-യിലെ, ഞങ്ങളിപ്പോൾ UP-യിലാണ് താമസിക്കുന്നത്. അപ്പോൾ UP-യിലെ ഞങ്ങളുടെ ഒരു ദിവസം എങ്ങനെയാണെന്ന് കാണിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് പുറത്ത് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയ പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെയാണ് ഇന്നത്തെ ദിവസം പോകുന്നത് അതിനനുസരിച്ചായിട്ട് ബാക്കിയുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതേ അച്ഛനും മോനും നല്ല ഉറക്കാട്ടോ. ഞാൻ എണീച്ചതുപോലെ അവർ അറിഞ്ഞിട്ടില്ല. അപ്പോൾ കണ്ണൻ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ആശാൻ ഇപ്പം നല്ല ഉറക്കാട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പരിപാടികളൊക്കെ ചെയ്യാണ്, എൻ്റെ പല്ല് തേപ്പും നനയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ ഞാൻ അതിന് മുന്നേ ഞങ്ങളുടെ റൂമിലുള്ള ബാൽക്കണിയുടെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണ് ഇടാം. അപ്പോൾ ആദ്യം ഈ ഒരു സ്ഥലത്തേക്ക് വന്നപ്പോൾ എനിക്കിഷ്ടമായി ഈ ഒരു ബാൽക്കണിയുള്ള വ്യൂ ആണ്. ചുറ്റും റൂംസും ഫ്ലാറ്റും കാര്യങ്ങളൊക്കെയാണ്. താഴെ ഒരു കുഞ്ഞു പാർക്കുണ്ട്. അപ്പോൾ കുറേ പിള്ളേരൊക്കെ കാണാം, പിന്നെ കുറേ പേര് നടക്കുന്നതൊക്കെ കാണാം. പിന്നെ ഉണ്ടോ ഫുൾ ഫ്ലാറ്റാണ് കേട്ടോ. അപ്പം നല്ല രസമാണ്, നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. കാറ്റിങ്ങനെ ഇങ്ങനെ ചറ കാറ്റാണ്. തുണിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ പാറിപ്പോവും. അപ്പോൾ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ബാൽക്കണിയിലാണ് കേട്ടോ. ബാൽക്കണിയിൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കാം, അതാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായത്. രാത്രിയാണെങ്കിൽ കണ്ണന് ഞാൻ യുദ്ധമായിരുന്നു കേട്ടോ. കണ്ണൻ ഇവിടെ എത്തിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ പേടിച്ചു. പിന്നെ ആളെ ഉറക്കാൻ ഭയങ്കര പാടായിരുന്നു. 5 മണിയല്ല, ഭയങ്കരമായിട്ട് അലമ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഞാൻ ഉറങ്ങി. ഇപ്പോൾ സമയം 7:45 കഴിഞ്ഞു കേട്ടോ. 8 മണി ആവാറായി. അപ്പോൾ ക്ലൈമറ്റ് ഇങ്ങനെ വെച്ചാൽ രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ രാവിലെ എണീച്ചപ്പോൾ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സാധാ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് പോലെയാണ്. വെയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചെറിയ തണുപ്പുണ്ട്, വെയിലുണ്ട്. അങ്ങനെ വെയിലും തണുപ്പും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. വെയിലുണ്ട്, തണുപ്പുണ്ട് കേട്ടോ. പിന്നെ കുറേ കാക്ക പോകുന്നുണ്ട്, അല്ല കാക്ക പാറുന്നുണ്ട്. പിന്നെ താഴെ കുറേ ആൾ നടക്കുന്നുണ്ട്. പിന്നെ കുറേ വണ്ടി കാണുന്നുണ്ട്, അതൊക്കെയാണ് കേട്ടോ. പിന്നെ പ്രാവുണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ ഇന്നലെ നമ്മുടെ ഫ്ലൈറ്റ് ജേർണിന്ന് എങ്ങനെയുണ്ട് വെച്ചാൽ സൂപ്പറായിരുന്നു. ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ കുറേ സമയം നമ്മൾ 3 മണിക്കൂറുള്ള ഇരുന്നില്ലേ ഫ്ലൈറ്റിൽ. ഇത് ഭയങ്കര ബോറടിയായിരുന്നു കേട്ടോ. ഞാനെങ്കിൽ സിനിമ പോലും ഡൗൺലോഡ് ചെയ്തില്ല. ഞങ്ങൾ ആരും സിനിമ പോലും ഡൗൺലോഡ് ചെയ്തില്ല. ഇവിടെ കുറേ സമയം ബോറായിരുന്നു. പിന്നെ ഇന്ത്യക്കോലാണെങ്കിൽ ഫ്രീ സ്നാക്സോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, വെള്ളം മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ ബാക്കി വീഡിയോ ആട്ടോ. ശരിക്കും പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഫുള്ളായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. വേറൊരു ദിവസം ഞാൻ ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 3 മണിയായി. അപ്പോൾ ഇന്ന് നമ്മൾ ഡൽഹി മൊത്തം കറങ്ങാൻ പോവാണ്. ഡൽഹി മൊത്തമല്ല, നമ്മൾ ഇന്ന് റെഡ് ഫോർട്ടിൽ പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് പുറത്ത് പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അടുത്ത വിശേഷങ്ങളും അടുത്ത കാഴ്ചകളും അതൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. എനിക്ക് എത്രത്തോളം എടുക്കാൻ പറ്റുന്ന അത്രത്തോളം ഞാൻ എടുക്കാം. അപ്പോൾ ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഊബർ വിളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഊബർ ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി. എൻ്റെ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായ താഴ്ന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് ഞാൻ വേറൊരു വീഡിയോ കുറച്ച് എൻ്റെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ റെഡിയായി. എന്നെ നമ്മൾ പോവും.
നേരത്തെ തന്നെ നമ്മൾ പോകണമെന്ന് വിചാരിച്ചായിരുന്നു. ഇന്നലെ രാത്രി വന്നുകൊണ്ട് തന്നെ നല്ല ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ലേറ്റായി പോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഇത് ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് താഴേക്ക് പോവാണ്. അപ്പോൾ ലിഫ്റ്റിൽ കയറുമ്പോൾ കണ്ണന് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. കണ്ണന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശീലമില്ലല്ലോ, അതുകൊണ്ട് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതേ നമ്മൾ താഴേക്ക് ഇറങ്ങി. അപ്പോൾ ഇതാട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ പാർക്ക്. ഇവിടെ പിള്ളേർക്കുള്ള ജാറുന്ന സാധനവും പിന്നെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ണനെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിട്ടോ. കണ്ണൻ അതിൽ ജാറണമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതേ നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഊബറിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഇതേ നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് താഴെ ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഊബർ ബുക്ക് ചെയ്തിട്ട് നമ്മളതിൽ കയറിയിട്ട് എങ്ങോട്ടാണ് പോകുന്നത് കറക്റ്റ് അറിയില്ല കേട്ടോ. അവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാം മഗ്ഗീഷങ്ങളെ. അപ്പോൾ ഇതേ നമ്മൾ എങ്ങോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഒരു ഫോട്ടോ എടുക്കൽ ചടങ്ങുണ്ട്. അപ്പോൾ ഇതേ അതിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും എപ്പോഴും ഒന്നിച്ച് കിട്ടുമല്ലോ, എപ്പോഴെങ്കിലും ഒരു ദിവസമാണ് ഇങ്ങനെ ഒന്നിച്ച് കിട്ടുന്നത്. അപ്പോൾ ഇനി അടുത്ത എല്ലാവർക്കും നമ്മളെല്ലാവരും ഒന്നിച്ച് കൂടുന്നത് കേട്ടോ. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോഴത്തേക്ക് നമ്മൾ ഊബർ വന്നു കേട്ടോ. അങ്ങനെ ഊബറിൽ കയറിയിട്ട് ഇതേ നമ്മുടെ ഫസ്റ്റ് യാത്ര തുടരാണ്. അപ്പോൾ ഡൽഹി അല്ലെങ്കിൽ UP എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ല രസമാണ്. പക്ഷേ നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് നമുക്ക് ആദ്യമൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസം ആയില്ലേ നമ്മൾ ഇവിടെ എത്തിയിട്ട്. ഞാൻ ഈ ഒരു വീഡിയോ ഡബ് ചെയ്യുന്നത് ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം കേട്ടോ. അപ്പോൾ ഇപ്പോൾ മടുത്ത് കാണും. കാരണം ഇവിടുത്തെ കാലാവസ്ഥ പ്രശ്നമില്ല, പക്ഷേ ഇവിടുത്തെ ഭക്ഷണം, വെള്ളം ഇതൊന്നും നമുക്ക് പിടിക്കില്ല കേട്ടോ. പിന്നെ വൃത്തിയാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും UPയിലും ഡൽഹിയിലൊക്കെ പോയവർക്ക് അറിയുന്നുണ്ടാവും. അങ്ങനെ അതൊക്കെ കൊണ്ട് നമുക്ക് എന്തായാലും മടുക്കും. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് ഇവിടെ നോക്കുമ്പോൾ എന്തോ നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. റോഡിൻ്റെ 2 സൈഡും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് എന്തോ ഒരു ബോർഡറാണെന്ന് അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അതേ ഇവിടെയൊക്കെ പല പ്രാവശ്യം നമുക്ക് ബ്ലോക്ക് കിട്ടി, കുറേ പ്രാവശ്യം ബ്ലോക്ക് കിട്ടി കേട്ടോ. എന്നാലും നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തണില്ല, അതുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഫുൾ ചവറുകൾ, പ്ലാസ്റ്റിക് ഇതൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു ലോഡ് കുന്നുകൂടി കിടക്കുകയായിരുന്നു. ഇങ്ങനെ പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് കുന്നുകൂടി കിടക്കുകയാണ് കേട്ടോ. ഇത്ര വലിയ സിറ്റി ആയിട്ട് പോലും ഇവിടെ ഇതൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു ചമ്മലാണ്. കാരണം നമ്മൾ എത്ര വികസനം വരുന്നു അത്രത്തോളം നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കണമല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു ലോഡ് ചവറുകളാണ് ഇങ്ങനെ കുന്നുപോലെ കിടക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കേരളമൊക്കെ എത്രയോ ബെറ്ററാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഇവിടെ പുറത്ത് പോയി കഴിക്കാൻ നമുക്ക് ഒട്ടും വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല കേട്ടോ. വെള്ളം പോലും നമുക്ക് വിശ്വസിച്ച് കുടിക്കാൻ പറ്റില്ല. ഇപ്പോൾ നല്ലൊരു കമ്പനി വെള്ളം പോലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വരെ ഇവന്മാർ ആക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഇതേ അങ്ങനെ നമ്മൾ എത്തി നമ്മുടെ റെഡ് ഫോർട്ടിലെത്തി കേട്ടോ. ആദ്യത്തെ നമ്മുടെ ഡെസ്റ്റിനേഷനാണ് റെഡ് ഫോർട്ട്. അപ്പോൾ കുറേ നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് കുറേ പോകാനുണ്ട് കേട്ടോ. എത്ര കിലോമീറ്റർ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായി കേട്ടോ. കാരണം നമ്മുടെ ഇപ്രാവശ്യത്തെ ആദ്യത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇതാണല്ലോ. ഇവിടുന്നാണ് നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ ഉള്ളിലെത്തിയപ്പോൾ തന്നെ വലിയൊരു കോട്ടയാട്ടോ. ചുറ്റും കോട്ടയാണ്, ചുവപ്പ് നിറമാണ്. അതുകൊണ്ടായിരിക്കും റെഡ് ഫോർട്ട് എന്ന് വന്നല്ലേ. അപ്പോൾ ഇത് നമ്മൾ അതിനുള്ളിലെത്തി. നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എൻട്രി ഫീ ഉണ്ട്, എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഓൺലൈനിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഇതേ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അതിനുള്ളിലെത്തി. ഉള്ളിലെത്തുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ചെക്ക് ചെയ്യും, അതേപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്ന ടൈമിൽ ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളിൽ മിക്കപ്പോഴും ഇങ്ങനെ ബോഡി ചെക്ക് ചെയ്യും, അതേപോലെ ഹാൻഡ് ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ അതിനുള്ളിലെത്തി. ഏകദേശം 2 കിലോമീറ്ററോളം ചുറ്റി നടന്ന് കാണാനിട ഉണ്ട് കേട്ടോ. പിന്നെ എൻട്രി ഫീ ഉണ്ട്. പിന്നെ 2-3 മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മ്യൂസിയത്തിൽ കയറിയ കുറേ ലേറ്റ് ആവും, അതുകൊണ്ട് നമ്മൾ മ്യൂസിയത്തിൽ കയറിയില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതേ നമ്മൾ ചുറ്റി കാണാണ്. ഫുൾ ചുവപ്പുമായിരുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കും റെഡ് ഫോർട്ട് എന്ന് വന്നത്. ഇതിലൊരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അറിയുന്നവരെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ഈ 2 സൈഡ് പീരങ്കി കാണാം കേട്ടോ. അതിനടുത്താണെങ്കിൽ കുറേ പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ വരുന്ന വഴി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ അതിനുള്ളിലെത്തിയപ്പോൾ ഇതേ ഒരു വലിയൊരു കൊട്ടാരമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ കുറേ കാണുമ്പോൾ നമുക്ക് മടുക്കും, എന്നാലും നമ്മളിങ്ങനത്തെ ഇത്ര വലിയ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതമല്ലേ. നമ്മൾ ഈ മുന്നോട്ട് പോകുന്നതിൻ്റെ ഉള്ളിൽ ഒരുപാട് കുഞ്ഞു ഷോപ്സും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഒരുപാട് സാധനങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാം നമുക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നല്ല കത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അതെ ഈ മാലയൊക്കെ കണ്ട വെറുതെ പൈസ ചോദിച്ചപ്പോൾ നല്ല കത്തിയായിരുന്നു. പക്ഷേ ഞങ്ങളൊന്നും മേടിക്കാൻ നിന്നില്ല. പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ കാണാം കേട്ടോ. നല്ല രസമായിരുന്നു, എല്ലാം കണ്ട് നോക്കി പോകാൻ നല്ല രസമായിരുന്നു.
അങ്ങനത്തെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്രൗഡായിരുന്നു കേട്ടോ. ഈ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നി ഇങ്ങോട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ക്രൗഡ് ഉണ്ടായിരുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കും കേട്ടോ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും അങ്ങനെ വലിയ ക്രൗഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഭാഗത്ത് 2 സൈഡും നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ പല സ്ഥലത്തും നമ്മൾ വീഡിയോ എടുക്കാനൊന്നും സമ്മതിച്ചില്ല കേട്ടോ. ഈ ഒരു സ്ഥലത്ത് നിന്ന് വീഡിയോ എടുത്തപ്പോൾ അവർ നല്ല ചീത്ത പറഞ്ഞു, അവർ വീഡിയോ എടുക്കരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനായിരുന്നു എന്തെങ്കിലും ഒരു വള മേടിക്കാമെന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ അവർ ചീത്ത പറഞ്ഞപ്പോൾ എനിക്കത് സഹിച്ചില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ പീടികയൊന്നും മേടിച്ചില്ല കേട്ടോ. അപ്പോൾ പിന്നെ കുറേ സ്ഥലത്ത് നിന്ന് നമ്മൾ വീഡിയോ എടുത്തപ്പോൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞു. കുറേ പേരൊന്നും പറഞ്ഞില്ല കേട്ടോ. അവർ ചിരിച്ചുകൊണ്ട് നിന്നു. അല്ലാതെ കുറേ പേര് നല്ല രീതിയിൽ ചീത്തയൊക്കെ പറഞ്ഞു. പക്ഷേ ചിലത് നമുക്ക് മനസ്സിലായി. അവർ ഹിന്ദിയിലാണ് പറയുന്നതെങ്കിൽ ചിലത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ചിലത് ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്നാലും നമുക്ക് മനസ്സിലാവുമല്ലോ, നമ്മൾ ചീത്ത പറയുന്ന രീതിയൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഇതേ നമ്മൾ അങ്ങോട്ട് ചുറ്റി നടക്കുകയാണ്. എനിക്കിങ്ങനെ ചന്ത, ഷോപ്പിംഗ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും മേടിച്ചില്ലെങ്കിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടോ, ഇത് ഭയങ്കര രസമല്ലേ. ഇതേപോലത്തെ ക്യൂട്ട് സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ മേടിക്കാൻ തന്നല്ല, എന്നാലും വെറുതെ ഇങ്ങോട്ട് വന്നല്ല. അപ്പോൾ എന്തായാലും എന്തൊക്കെയോ ഇങ്ങനെ നോക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ കുറേ ബാഗ്സ് എനിക്ക് മേടിക്കണം എന്നുണ്ടായിരുന്നു. എൻ്റെ ബാഗ്സൊക്കെ പോയി, അതുകൊണ്ട് ബാഗ് മേടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള ബാഗൊന്നും ഞാൻ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല കേട്ടോ. പിന്നെ കുറച്ച് കത്തിയായിരുന്നു, ഈ ഒരു ഭാഗത്തൊക്കെ നല്ല കത്തിയായിരുന്നു. പിന്നെ ബാറ്ററൊന്നും ചെയ്യാൻ അവർ സമ്മതിച്ചില്ല കേട്ടോ. നമ്മൾ അങ്ങനെ ഇതേ മുന്നോട്ട് പോവാണ്. അപ്പോൾ മുന്നോട്ട് പോകും തോറും ഈ ഒരു 2 സൈഡ് ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ കുറേ പേര് സമ്മതിച്ചില്ല. അതിൻ്റെ ചില വിഷമം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരുടെ പിടിയൊന്നും മേടിച്ചില്ല. പിന്നെ കുറേ നടക്കാനുണ്ട് കേട്ടോ. നടക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരുപാട് നടക്കാനും പിന്നെ ഒരുപാട് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാടെന്ന് വെച്ചാൽ മുഴുവൻ ഇങ്ങനെ ചരിത്രപരമായ കെട്ടിടവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് കഥകളുണ്ട്. അതൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. പിന്നെ ചെറിയൊരു പാർക്ക് മാതിരി ഉണ്ട്, അതായത് ചെറിയ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമായിട്ടോ, നല്ല കാറ്റാണ്. പിന്നെ ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. കാരണം ഇങ്ങനെ മഞ്ഞ ഇലകൾ ഇങ്ങനെ താഴെ വീണ് കാണാൻ ഭയങ്കര രസമാണ്. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ ഇതിനുള്ളിൽ നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. ചുറ്റും വെയിൽ കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അതിനുള്ളിൽ പോകാൻ പറ്റില്ല. പക്ഷേ വെയിലിൻ്റെ പുറത്ത് നിന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ താജ്മഹലിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളവർ പോലെ നമുക്ക് തോന്നും കേട്ടോ. ഇതൊക്കെ കാണുന്നത് നമ്മുടെ താജ്മഹലിൻ്റെ വേറൊരു വേഷം പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ആദ്യം നമ്മൾ കണ്ടത് ചുറ്റും റെഡ് മയായിരുന്നു, പക്ഷേ അതിനുള്ളിലെത്തിയപ്പോൾ ചുറ്റും വൈറ്റ് മയ കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതെന്താണ് സംഭവം എന്നും അത് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ കൂടുതൽ എടുത്തില്ല, കാരണം കണ്ണിലുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കുക, ചുറ്റും കാണാം, അതൊക്കെയാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. പണ്ടുള്ളവർ ഒരുപാട് സമ്മതിക്കേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ കാണുമ്പോൾ. കാരണം പണ്ട് ഒരു ടെക്നോളജിയും കാര്യങ്ങളും ഇല്ലാത്ത സമയത്ത് അവരുണ്ടാക്കിയ ഓരോ രൂപങ്ങളും ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇന്നാണെങ്കിൽ ഒരുപാട് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ പണ്ടുള്ളവരുടെ ഒരു കഴിവും അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾ ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും നല്ല ചരിത്രപരമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് പഠിക്കാനുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വന്ന് കണ്ട് നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ പുസ്തകത്തിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കാണാൻ പറ്റുമല്ലോ. അങ്ങനെ ഇതേ നമ്മൾ റെഡ് ഫോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങുന്ന ടൈമിൽ അതിനടുത്ത് തന്നെ ഒരു എക്സ്പോ പോലെ ഉണ്ട് കേട്ടോ. എൻട്രി ഫ്രീ ആണ്, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ബാക്കിലൂടെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ നമ്മൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാ ഉത്സവത്തിനൊക്കെ കാണുന്നില്ല എക്സ്പോ, അത് തന്നെയാണ് സംഭവം. അപ്പോൾ അതിൽ കുറേ ഫുഡ് സ്റ്റോൾസും പിന്നെ റൈഡ്സും പിന്നെ എന്തൊക്കെ സാധനങ്ങളൊക്കെ വെക്കുന്ന ചന്തകളും അങ്ങനെയൊക്കെ കാണാം കേട്ടോ. നമ്മളൊന്നും മേടിച്ചില്ല, ഒന്നിലും കയറിയില്ല, ജസ്റ്റ് ഒന്ന് കറങ്ങാം. എന്നിട്ട് നമ്മുടെ എക്സിറ്റ് അതിലൂടെയാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ റൈഡ്സ് കാണുമ്പോൾ പിള്ളേർ അതിൽ കയറണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ കുറേ ലേറ്റായി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഡെസ്റ്റിനേഷനും കൂടി കവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് ഇന്ത്യ ഗേറ്റും കൂടി കവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തിക്കും തിരക്കും പിടിച്ച് പോകുന്നത്. പിന്നെ റെഡ് ഫോർട്ടിലെ പല കാര്യങ്ങളും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്, പിന്നെ എടുത്ത് തന്നെ കുറേ പ്രാവശ്യം എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറേ ഞാൻ ഡിലീറ്റ് ചെയ്തു കേട്ടോ.
അപ്പോൾ ഇതേ നമ്മളങ്ങനെ ഇറങ്ങാണ്. അപ്പോൾ ഇറങ്ങുന്ന ടൈമിൽ ഇങ്ങനെ മൈലാഞ്ചൊക്കെ വെക്കുന്ന ഒരാളെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നതിൽ ഇതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ഇറങ്ങി. ഇനി നമ്മളെ വണ്ടി വിളിച്ച് നേരെ ഇന്ത്യ ഗേറ്റ് കാണാൻ പോവാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ ട്രാഫിക് എന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിക്കുക. കാരണം എല്ലാവരും തിക്കും ഇറക്കമൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് കുത്തുക എപ്പോഴാണ് പൊടിയാവാന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ നമ്മളെ നോക്കി പോവുക. പിന്നെ നമ്മുടെ ഫോൺ, ബാഗ് ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കുക കേട്ടോ. കാരണം എപ്പോഴാണ് നമ്മുടെ ബാഗിൽ നിന്ന് എന്തെങ്കിലും മിസ്സാവുന്നത് പറയാൻ പറ്റില്ല. പിന്നെ ഫോൺ ഞാൻ അധിക ടൈം ഈ ഒരു ഭാഗത്ത് നിന്ന് എടുത്തില്ല കേട്ടോ. കാരണം ഇവിടെ ഏത് സമയത്താണ് നമ്മളെ ഫോണൊക്കെ അടിച്ച് തെറിപ്പിക്കാന്ന് പോലും പറയാൻ പറ്റില്ല. അടിച്ച് തെറിപ്പിക്കാന്ന് വെച്ചാൽ ഏത് സമയത്ത് അവർ നമ്മളൊക്കെ ഫോണൊക്കെ കൈകലാക്കും. അത്രയും നല്ല ആൾക്കാരാണ് ഇവിടെ ഉള്ളത് കേട്ടോ. പിന്നെ കുറേ പ്രാവശ്യം നമുക്ക് ട്രാഫിക്ക് കിട്ടി. അങ്ങനെ ഇതേ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി, അതായത് ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തെത്തി കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ അതിനുള്ളിലെത്താണ്, ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് കുറച്ച് പീടികകളൊക്കെ കാണാം കേട്ടോ. അതായത് കുറേ കടകളൊക്കെ കാണാം. പിന്നെ ഇത് എന്തോ ലഡു കാര്യമാണ് കേട്ടോ. ഇത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, എന്തോ ലഡു പോലെയാണെന്ന് രേഖിച്ച് പറഞ്ഞത്. അങ്ങനെ ഇതേ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ചുറ്റും മരങ്ങളാട്ടോ, നല്ല കാറ്റാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്തൊക്കെ ഭയങ്കര കാറ്റാട്ടോ. നമുക്കൊരു ഫ്രഷ്നെസ് ഫീലൊക്കെ തോന്നും. നമുക്കങ്ങനെ ഒരുപാട് മടുപ്പും കാര്യങ്ങളൊന്നും തോന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഇന്ത്യ ഗേറ്റിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ സമയം 6:24 നമ്മൾ ഇന്ത്യ ഗേറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നടക്കാണ്. ഇതിൻ്റെ ഇപ്പോൾ ചുറ്റും മരങ്ങളാണ്, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ എത്തണമെന്ന് വിചാരിച്ചാണ്, നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു, അതുകൊണ്ട് കുറച്ച് ലേറ്റായി പോയി. പിന്നെ പക്ഷിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ അല്ലേ? കാണിച്ചതാ ഇപ്പോഴത്തെ വ്യൂ അല്ലേ. അപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ വലിയൊരു സ്റ്റാച്ചു കാണാം കേട്ടോ. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധ സ്മാരകങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഈ ഒരു ഇന്ത്യ ഗേറ്റ്. അപ്പോൾ ആർമിയിലെ സൈനികരുടെ മരിച്ച ഓർമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ചൊരു സ്മാരകം കൂടിയാണിത്. അപ്പോൾ അവരുടെ പേരും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇന്ത്യ ഗേറ്റിൻ്റെ എഴുതിയിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ നമുക്കതൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. രാത്രിയിലൊക്കെ ആണെങ്കിൽ ഫുൾ ലേറ്റ് മയായിട്ട് നല്ല രസമാണ് കാണാൻ. അപ്പോൾ നമ്മൾ ആ ഒരു ടൈം ആവാറായി, അതുകൊണ്ട് ലൈറ്റൊക്കെ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു സ്മാരകം കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അത് നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ ഇത് ലൈറ്റൊക്കെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനടുത്ത് തന്നെ കുറേ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വൈകുന്നേരമൊക്കെ നല്ല സുഖമാണ് ഇവിടെ ഇരുന്ന് വെറുതെ വായി നോക്കാൻ. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒരു സൈഡ് പിള്ളേരെ പറ്റിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ബബിൾസ്, പിന്നെ ലുട്ടാപ്പിയുടെ കുന്തം പോലത്തെ സാധനങ്ങൾ, അതൊക്കെ വിൽക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗാർഡൻ കണ്ടില്ലേ, ഇത് കാണുമ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് പോലെ തോന്നുമെങ്കിൽ ഇത് ഒറിജിനലാട്ടോ. അപ്പോൾ ചുറ്റും വേലി കെട്ടി ഇത് സംരക്ഷിച്ചിട്ടുണ്ട്. പിന്നെ കുറേ പേരുടെയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരുട്ടായപ്പോൾ ഇന്ത്യ ഗേറ്റിൽ ലൈറ്റ് വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലാഗിൻ്റെ കളറായിരുന്നു, നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കളറായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ പേര് ആ ടൈമിൽ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല ക്രൗഡായിരുന്നു ഈ ഒരു ടൈമാണെങ്കിൽ. പിന്നെ നല്ല കാറ്റും നല്ലൊരു റിഫ്രഷ് ആകുന്ന ഒരു ഫീലാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ കളറിൽ വ്യത്യാസം വന്നു, അതായത് പിന്നെ പിങ്ക് കളറായി കേട്ടോ. ഇത് ഇപ്പോഴത്തെ ഇന്ത്യ ഗേറ്റിൻ്റെ കളറാണ് കേട്ടോ. നേരത്തെ വേറൊരു കളറുണ്ടായി, ഇപ്പോൾ ചേഞ്ച് ആയിട്ട് പിങ്ക് കളറായി. അപ്പോൾ രാത്രിയിലെ വ്യൂ ഇതാട്ടോ. നല്ല രസമാണ് രാത്രിയിൽ ഇതിലൂടെ പോകാൻ. എന്താ പറഞ്ഞാൽ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്, പിന്നെ നല്ല തണുപ്പുണ്ട്. നല്ലൊരു ക്ലൈമറ്റാണ്. ഇപ്പോൾ ഒരു ചൂടുമല്ല ഒരു തണുപ്പല്ല, അങ്ങനെ ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ കുടുംബശ്രീ ചേച്ചിമാർ നടത്തുന്ന ഒരു ഹോട്ടലുണ്ട് കേട്ടോ. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കേരളം വിട്ട് വേറൊരു സ്ഥലം വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഭക്ഷണമൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നില്ലേ. അപ്പോൾ ഇങ്ങനൊരു സംഭവം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ അങ്ങോട്ട് പോയി, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഇതിൽ നമ്മുടെ പഴംപൊരി, വട, പരിപ്പ് വട, ഉള്ളിവട, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അവിടെ. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട് നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ പൊറോട്ടയും ചിക്കൻ കറിയാട്ടോ പറഞ്ഞത്. പൊറോട്ട നല്ല ക്രിസ്പി ആയിരുന്നു. ചിക്കൻ കറി വലിയ പ്രശ്നമില്ല, പക്ഷെ ചിക്കൻ എന്തോ ഒരു പ്രോബ്ലം പോലെ നമുക്ക് കഴിച്ചപ്പോൾ തോന്നി കേട്ടോ. അതെ, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ കുടുംബശ്രീ ഹോട്ടലിലാണ് ഫുഡ് കഴിച്ചത്. നല്ല പൊറോട്ട ആയിരുന്നു കേട്ടോ. കറിയും വലിയ മോശമില്ല,
പക്ഷേ നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല പൈസ ഉണ്ട് കേട്ടോ. പൊറോട്ടക്കായാലും കറിക്കായാലും നല്ല പൈസ ഉണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.